2025 കഴിഞ്ഞു പോയത് എനിക്കൊരുപാട് സന്തോഷങ്ങൾ തന്ന വർഷമായിരുന്നു. ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നത് 2024 നവംബറിൽ ഡൽഹി യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും ഒരു ഡൽഹി യാത്രയായിരുന്നു ആഗ്രഹമുണ്ട്. ഇത് ലോട്ടസ് ടെമ്പിൾ. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് നെഹ്റു പ്ലേസിലാണ്. അതിന് തൊട്ടടുത്താണ് ഇത് ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ ജോലിയൊക്കെ കഴിയുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ പോകാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് നേതാവ് ഇന്ന് കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൽ അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ നിന്നും ഒരു ലേഡീസ് ട്രിപ്പ് ഗോവ പ്ലാൻ ചെയ്തത് അങ്ങനെ ഈ വർഷം നടന്നു. ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു. കാരണം 2017 തൊട്ട് ഉള്ള സുഹൃത്തുക്കളാണ്, ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഒന്നിച്ചുള്ളൊരു യാത്ര എപ്പോഴും അതിമനോഹരമായിരിക്കും. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഉത്രാളിക്കാവിലെ പൂരം കാണാൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പേ പോയതായിരുന്നു. ഈ പ്രാവശ്യം ഒറ്റയ്ക്ക് അങ്ങ് പോയി. ഭയങ്കര റിസ്ക്കാണ്. ഒരു കമ്മ്യൂണിറ്റിയാണ്, ട്രാൻസാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ എന്ത് റിസ്ക് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര സേഫായിരുന്നു. ആൾക്കാർ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഞാൻ പിന്നെ വളരെ സൈലൻ്റായി ഞാനിത് അപ്പോൾ പൂരം കാണാൻ എന്നുള്ള രീതിയിൽ തന്നെ പോയത് കൊണ്ട് തന്നെ, നല്ലൊരു കമ്മ്യൂണിറ്റി ആണ് എന്ന് എക്സ്പ്രസ് ചെയ്യാതെ നിന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സേഫായിരുന്നു. കാരണം ഇത്രയും തിരക്കിനിടയിൽ നമ്മളിപ്പോൾ സ്ത്രീകളായാൽ പോലും ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അവിടെ കമ്മിറ്റി ഞങ്ങൾ കൂടിയിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നിടത്ത് പോയി ഞാനിരുന്ന് കണ്ടു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടെ സേഫ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഉത്രാളിക്കാവിലെ പൂരം കണ്ടു. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. ഉത്രാളിക്കാവിലെ പൂരം കണ്ട് വന്നിട്ട് നല്ല ഉറക്കക്ഷീണത്തിൽ കിടക്കുമ്പോഴാണ് എൻ്റെ സഹോദരിയുടെ മക്കൾ ഹണി വാവയുടെ മക്കൾ അനുരുദ്ധിയുടെ മകൾ ഉണ്ണിമായും കൂടെ ഗുരുവായൂർ പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ ഒരുപാട് പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഏറ്റവും അടുത്ത് ഗുരുവായൂരിനടുത്ത് തന്നെ ഞാൻ താമസിച്ചു. കുന്നംകുളത്ത് 1.5 വർഷത്തോളം താമസിച്ചിട്ട് പോലും എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. ഒരിക്കൽ ഞാൻ അവിടെ പോയ സമയത്ത് രാവിലെ എഴുന്നേറ്റ് എൻ്റെ സാരി ഒക്കെ ഉടുത്ത് ബ്ലൗസ് ഇടാൻ നോക്കിയപ്പോൾ ബ്ലൗസ് ടൈറ്റ് ഒന്നഴിച്ചതാണ്. ഇതാന്ന് പറഞ്ഞ് കീറിപ്പോയി. പിന്നെ 1.5-2 വർഷം കഴിഞ്ഞ ശേഷമാണ് കുട്ടികൾ വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോകാൻ പറ്റി. അതൊരു ഭാഗ്യമാണ്. കണ്ണനെ കാണാൻ പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗ്യമാണ്. എനിക്ക് ഈ കഴിഞ്ഞ വർഷമാണ് സാധിച്ചത്. ഇവരോട് എപ്പോഴും ഒരുപാട് താങ്ക്സാണ്. ഒരു നിമിത്തമായത് അവർ തന്നെയാണ്. അവരുടെ കൂടെ പോകാനാണ് എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായതെന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര സന്തോഷമാണ്. ഹായ് മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഞങ്ങൾ കൊടൈക്കനാലുള്ളത്. സഹസ്ര രാഗമമ്മി. മമ്മി എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ഇന്നലെ പളനിന്ന് വന്നിട്ട് നല്ല തണുപ്പായിരുന്നു. ക്ലൈമറ്റ് നല്ല തണുപ്പ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞ് ഇന്നലെ അങ്ങനെ ഞാനും എൻ്റെ സഹോദരി ഹണി ആരോഹി, പിന്നെ ഞങ്ങളുടെയൊക്കെ കുറേ വർഷത്തെ കൂട്ടുകാരിയും മകളും സീറ്റിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ പളനിയിലും
കൊടൈക്കനാലിനും ഒക്കെ ഒരു യാത്ര. വളരെ നാളിന് ശേഷമാണ് ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടൊരു ട്രിപ്പ് പോകുന്നത്. പലപ്പോഴും പോകാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റിയില്ല. പക്ഷേ ഇത് ഞങ്ങൾ അവിടെ എത്തി ഗുണാക്കേവിലൊക്കെ എത്തിയിട്ടുള്ളൊരു സന്തോഷ നിമിഷമാണിതൊക്കെ. എൻ്റെ ലൈഫിലേക്ക് ഏറ്റവും നല്ല നല്ല നിമിഷങ്ങളാണിത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ട്രിപ്പാണ്. ഞാനും അർപ്പിതയും എൻ്റെ മകൾ അർപ്പിതയും ശിവയും, അർപ്പിതയുടെ ഹസ്ബൻഡ് ശിവയും, മകൻ യാദവ്, അതേപോലെ മുന്താസ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇന്ന് പോകുന്നത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിൽ അർപ്പിതയ്ക്ക് സർജറിക്ക് ശേഷം ഞാനവിടെ അർപ്പിതയെ സന്തോഷി മാതയെടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. അത് 5 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. അങ്ങനെ സന്തോഷ് മാതയിലേക്ക് പോവുകയാണിത്. ഇത് കാണുന്നത് മകൾക്ക് താലി കെട്ടി സിന്ദൂരം അണിയിച്ച് ആ ഒരു ഓർമ്മ പുതുക്കലാണ്. ഗുരുവാണ് മകളെ താലി കെട്ടുന്നത്. ഹലോ, അപ്പം ഞങ്ങൾ ഗാന്ധി ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. ഞാനുണ്ട്, അതേപോലെ അർപ്പിതയുണ്ട്, ശിവയുണ്ട്, അതേപോലെ മുന്താസ് ഉണ്ട്. അപ്പോൾ അവർ കാണാം നമുക്ക്. ആദ്യം മകൾ ദീപയുമായി വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഗാന്ധി ആശ്രമത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പം നമ്മളെ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ പോകണമായിരുന്നു പർച്ചേസിങ്ങൊക്കെ ആയിട്ട്. അത് ഭയങ്കര വിഷമമായിരുന്നു. ഈ പ്രാവശ്യം അതങ്ങ് സാധിച്ചു. ഒരു പ്രത്യേക സമാധാനമാണ് നമുക്കിവിടെ എത്തുമ്പോൾ. ഈ ഗാന്ധിജി താമസിച്ച റൂമും ഗസ്റ്റ് റൂമും ഉപയോഗിച്ച് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. ഭാഗ്യം കിട്ടിയ കുറേ നല്ല വടിയെന്നൊക്കെ പറയുന്നത് ഒറിജിനൽ ഗാന്ധിജി. അതുപോലെ തന്നെ മലയാറ്റൂർ നക്ഷത്ര തടാകം കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും കണ്ട് അങ്ങനെ എൻ്റെ ഒരു വർഷത്തെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ്.